നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല് ഒരു മിക മുഖ്യമായ ഒരു വിഷയത്തെ കുറിച്ച് നമ്മുടെ ചാനലില് നിറയെ വിഷയങ്ങൾക്കായിട്ടുള്ള സ്വിച്ച് വേർഡ് എന്താണെന്ന് നമ്മള് പതിവില് കാണിച്ചിട്ടേ വരികയാണ്. അതെല്ലാം ചെറിയ ചെറിയ പതിവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടിരിക്കുന്നത്. സോ അതില് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരാൻ പോകുന്നത് വെട്രി മീൻസ് വിജയം, സക്സസ്. ഇത് നമുക്ക് വന്നു ചേരണം. അതിനായിട്ട് നാം ഉച്ചരിക്കേണ്ട സ്വിച്ച് വേർഡ്. ഇത് നിങ്ങൾ ഉച്ചരിക്കുകയുമാവാം, എന്നാല് അത് വിട അദൃഷ്ടമായ ഫലത്തെ കൊടുക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ പതിവില് നമ്മൾ കാണാൻ പോകുന്നത്. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളുക. ചെറിയ ഒരു പതിവ് തന്നെയാണിത്. ഇപ്പൊ വന്നിട്ട് വെട്രി മീൻസ് സക്സസ്, വിജയം എന്നത് എല്ലാവർക്കുമേ അവരവരുടെ ലൈഫിൽ വേണം. ഡെയിലിയും അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടും ഇരിക്കുന്നത്. ഓടി ഓടി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരിയ്ക്കുന്ന ഇടത്തിൽ. അത് ഏത് ബിസിനസ് ആയാലും ശരി, എന്ത് വർക്കായാലും ശരി, എല്ലാത്തിനും അവർക്ക് സക്സസ് വേണം എന്ന ഒരു മനസ്സോടു കൂടിയാണ്. വെട്രി വേണം, ഒരു അംഗീകാരം, ഒരു റെക്കഗ്നിഷൻ എന്നത് വേണം. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് 4 പേര് നമ്മളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് വന്നിട്ട് നമുക്ക് കിട്ടുന്നതിലും ഏറ്റവും വലിയ അംഗീകാരം. നമുക്കത് വന്നിട്ട് ഒരു ബൂസ്റ്റിംഗ് എനർജിയെ പോലെ ഇരിക്കും. ശരിയല്ലേ? സോ അങ്ങനെയുള്ള വിജയം നമുക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഠിനമായിട്ട് ഹാർഡ് വർക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത്. എന്നാല് ചില പേര് വന്നിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അവർക്ക് വന്നിട്ട് നന്നായിട്ട് അറിയാം, അവര് മറ്റുള്ളവരെക്കാളും നന്നായിട്ട് എഫർട്ട് എടുക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊരു വെട്രി വരുന്നില്ല. എന്നാ മറ്റുള്ളവർക്കാണോ അവര് ചെയ്യുന്നതിന് അതിന്റെ ഇരട്ടിക്ക് അവർക്ക് വിജയത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടിരിക്കുന്നു. എനിക്ക് മാത്രം വിജയമേ വരുന്നില്ല. ഞാൻ എന്തെടുത്താലും അതില് ലോസ് മാത്രമാണ് എനിക്ക് വരുന്നത്, ഫെയിലുവർ ആണ് എനിക്ക് വരുന്നത്. ഒരു വിഷയത്തെ ഞാന് 2 നാളില് നോർമലി ആൾക്കാർ ചെയ്യണമെങ്കിൽ ഞാനത് 20 നാൾ എടുക്കുന്നു ചെയ്ത് തീർക്കാനായിട്ട്. അതിനാല് ഞാൻ വന്നിട്ട് എന്റെ ജീവിതത്തില് പിന്നോക്കമായിട്ടേ ഇരിക്കുന്നു. എന്റെ ലൈഫ് വന്നിട്ട് ബാക്കിലേക്കേ പോയിട്ടേ ഇരിക്കുന്നു. അങ്ങനെ ഒരു ചില പേര് ഫീൽ ചെയ്യാറുണ്ട്. അത് വന്നിട്ട് തനിപ്പെട്ട ജാതകം കാരണമായിരിക്കണം, അതല്ലാച്ചാല് ഗ്രഹനില കാരണമാകാം. അത് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. നമുക്ക് കൈ കൊടുക്കുന്നതിന് വേണ്ടി ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ഏഞ്ചൽ നമ്പർ എന്നും സ്വിച്ച് വേർഡ് എന്നും ഇരിക്കുന്നുണ്ട്. ഇപ്പോ പല നാളുകളായിട്ട്, പല ആണ്ടുകൾ, വർഷങ്ങളായിട്ട് വന്നിട്ട് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും വിജയം വന്നിട്ടേ ഇരിക്കുന്നുണ്ട്. സോ അതെല്ലാം ഒരു സൈഡിൽ അങ്ങനെ ഇരുന്നാലും നമ്മുടെ ജാതകത്തിന്റെ പ്രശ്നം കൊണ്ട് ഈ ഗ്രഹത്തിന് നിങ്ങൾ ഈ പരിഹാരം ചെയ്തോളുക, വഴിപാട് ചെയ്യുക, അങ്ങനെയെല്ലാം പറഞ്ഞാലും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് ഒരു സൈഡില് ഡെയിലിയെ ചെയ്തു വന്നാല്, അതായത് സ്വിച്ച് വേർഡ് അങ്ങനെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇത് നമ്മൾ ഒരു സൈഡിലെ ഡെയിലി ചെയ്തു വന്നാല് മീൻസ് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു വരണം. അപ്പോഴ് നല്ല ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്താന്ന് കേട്ടാല് ഈ സ്വിച്ച് വേർഡ് നമ്മൾ ഉച്ചരിക്കെ അത് വന്നിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ദാറ്റ് മീൻസ് ഉപബോധ മനസ്സിൽ ആഴത്തിൽ പോയി സ്റ്റിക്കാവും, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാതിരി പതിഞ്ഞേയിരിക്കും. സോ അത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കീ ഇങ്ങനെ കൊടുത്തിട്ടേ ഇരിക്കും. ഇങ്ങനെ കീ കൊടുക്ക നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ സ്വപ്നത്തെ നോക്കി നമ്മുടെ വിജയത്തെ നോക്കി സക്സസിലേക്ക്, നമ്മുടെ വിജയം നമ്മൾ തന്നെ കൊണ്ടുവരുന്ന മാതിരി ആയിടും. ഇപ്പോ ഒരാളെ എടുത്താൽ തന്നെ അവരെ നമ്മൾ എങ്ങനെ നോക്കണം, അവരെ കൂടെ എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യണം, അതിന് നമ്മളെ ഈ പ്രപഞ്ചമേ വഴികാട്ടും. യൂണിവേഴ്സ് നമുക്ക് അതിനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി തരും. ഈ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നമ്മൾ നേടുന്നത് അതാണ്.
ഇപ്പോ നമ്മൾ ഉച്ചരിക്ക വേണ്ടിയ 3 സ്വിച്ച് വേർഡ് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതാണെന്ന് നോക്കാം. ഇത് വന്നിട്ട് മിക മുഖ്യமான സ്വിച്ച് വേർഡ്. വെற்றிയെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുത്തരും. ആ 3 വാക്യങ്ങൾ ഇതാണ്: വിക്ടോറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. ഇതിൽ വന്നിട്ട് വിക്ടറി മീൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വെട്രി, വിജയം. വിക്ടറി മീൻസ് വിജയം. പ്ലെന്റി മീൻസ് ധാരാളം, അതായത് കൂടുതൽ, അധികമായ. ശരിയാ? അച്ചീവ്മെന്റ് എന്നാൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നത്, അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. സോ ഇത് എപ്പോ നിങ്ങൾക്ക് നേരം കിട്ടുന്നുവോ നിങ്ങൾ വന്നിട്ട് ഇത് ഉച്ചരിച്ചിട്ടേ ഇരിക്കാം. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. ഇത് നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ, ഇല്ല നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ, അതുമല്ല നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴോ, എപ്പോ വേണമെങ്കിലും ഇത് നിങ്ങൾ ഉച്ചരിച്ചിട്ടേ ഇരിക്കാവുന്നതാണ്. ഇപ്പോ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന നേരത്തില്, ഇപ്പോ അത് മാത്രമല്ല ജെൻസ് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിന് നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഉച്ചരിച്ചിട്ടേ ഇരുന്നോളുക. ശരിയാ? ഇത് ഉച്ചരിക്കെ വെട്രി, വിജയത്തെ നിങ്ങളുടെ വശത്തോട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്ത് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രതീതിയാണ്. ഇത് വന്നിട്ട് ഉച്ചരിക്കുന്നതിന്. ഇന്നും നിങ്ങൾക്ക് മേലെ പോയി നല്ല ഒരു പടി കൂടെ എനിക്ക് വിജയം കിട്ടണമെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പർ എടുത്തോളുക. പെന്നിന്റെ കളർ വന്നിട്ട് പ്രശ്നമില്ല, ബ്ലാക്ക് മാത്രം എടുക്കാതിരിക്കുക. ശരിയാ? എന്നിട്ട് ഈ വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് നിങ്ങളൊരു സർക്കിൾ ഇട്ടോളുക. അതൊരു വള വെച്ചിട്ട് വരച്ചിട്ടോളുക. ശരിയാ? ദെൻ അതുക്കുള്ള നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. വിക്ടറി, ദെൻ ഒരു ഹൈഫൺ കൊടുത്തിട്ട് താഴെ ഹൈഫൺ കൊടുത്ത് പ്ലെന്റി, ദെൻ താഴെ ഒരു ഹൈഫൺ കൊടുത്ത് അച്ചീവ്മെന്റ്. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ വന്നിട്ട് ഏത് സ്ഥലം ആണ് അധികമായിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നത്, അവിടെ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ എല്ലാം നിങ്ങൾ ഒട്ടി വെച്ചോളുക. ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചോളുക. ശരിയാ? ഇത് നിങ്ങളെ കണ്ണിന് മീതെ കാണുന്ന തരത്തിൽ നിങ്ങളിത് ഒട്ടിച്ചു വെക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോ മേ ബി നിങ്ങളുടെ ബ്യൂറോയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ഒട്ടി വെക്കാം, അല്ലാച്ചാല് ബ്യൂറോയ്ക്ക് വെളിയിൽ നിങ്ങൾക്ക് ഒട്ടി വെക്കാം. അതും അല്ലെങ്കിൽ ഡോർ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നില്ലേ, അതിന്റെ അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് എഴുതി ഇങ്ങനെ ഒട്ടി വെക്കാം. ഫസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റിക്ക് പേപ്പർ വാങ്ങിച്ചോളുക. അപ്പോ വേല മുടിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് വന്നാലും അത് എടുത്ത് നിങ്ങൾക്ക് എഴുതി ഒട്ടി വെക്കാവുന്നതാണ്. ശരിയാ? അത് മാത്രമല്ലെങ്കിൽ ഈ ഫാനും ലൈറ്റും ഒക്കെ ഇടുന്ന സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഈ സ്റ്റിക്ക് പേപ്പർ ഒട്ടിവെച്ച് അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ കണ്ണ് പോകുന്ന ഇടമാണ്. നമ്മൾ ഇങ്ങനെ കാണണം, കണ്ട് വായിക്കണം. വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്. ഓക്കെ? നിങ്ങളുടെ കണ്ണില് ഈ വാക്കുകൾ വന്ന് കണ്ണിൽ തറച്ചു കയറുമ്പോൾ ഓരോരോ തവണ കണ്ണിലേക്ക് വരുംതോറും നിങ്ങളുടെ അച്ചീവ്മെന്റ്, നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ വിജയം അത് നിങ്ങൾക്ക് അടുത്ത് എത്തിക്കൊണ്ടേയിരിക്കും. അത് അത്രയ്ക്കും കഠിനമായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടേയിരിക്കും. നമ്മളിപ്പോ ഉച്ചരിക്കുന്നതിനും നമ്മൾ കണ്ണിൽ കണ്ട് അത് നമ്മളെ കണ്ണാലെ നമ്മൾ ആകർഷിച്ചെടുക്കുന്നതിനും നമ്മൾ എഴുതുന്നതിനും ഇതിനും ഈ മൂന്നിനും ഒരുപാട് വ്യത്യാസമാണ് ഇരിക്കുന്നത്. സോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ വേണമെങ്കിലും എഴുതി വെക്കാം. എപ്പോഴെല്ലാം നിങ്ങൾ പേഴ്സ് ഓപ്പൺ ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഈ വാർത്തകൾ വന്നിട്ട് നിങ്ങളെ കണ്ണിൽ പെടുന്ന മാതിരി വെച്ചേക്കണം. ചുമ്മാ എഴുതിയിട്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ പറ്റാതെ എഴുതിയിട്ട് കണ്ണിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ണിൽ പെടുന്ന മാതിരി വെച്ചോളുക. അതെല്ലാം ലേഡീസിനെ സംബന്ധിച്ച് കിച്ചണിൽ പോകുമല്ലോ, അപ്പോൾ ഫ്രിഡ്ജിന്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതുമല്ല ചില നിങ്ങൾ വാട്ടർ ബോട്ടിലും എഴുതി വെച്ചോളുക. സോ ഇത് വന്നിട്ട് ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ വിഷ്വലൈസേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ കണ്ണുകളിലെ കണ്ടിട്ട് നമുക്ക് ആ വിജയം കിട്ടുന്നത് പോലെ നിങ്ങൾ കാണപ്പെടുന്നത്. ശരിയാ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അത് കണ്ടപ്പോ വിക്ടറി, പ്ലെന്റി, അച്ചീവ്മെന്റ്, നമുക്ക് ജയം കിട്ടി, നമുക്ക് വിജയം കിട്ടി, നമ്മൾ സക്സസ് ആയി എന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടേ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക. ഇതിന് വന്നിട്ട് ചെറിയ സൈസ്, വലിയ സൈസ് അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏത് കളർ പെൻ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശരിங்களா? അപ്പോ
ഈ പതിവ് വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളുക. ദെൻ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് പറയാനുണ്ട്. ഗീവവേൽ വിന്നറായ രേഖ, അമൃത, റേച്ചൽ, കൺഗ്രാജുലേഷൻസ്. ഇതിൽ രേഖ, റേച്ചൽ GPay നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അമൃതയ്ക്ക് ഞാൻ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ടും റിപ്ലൈ വരുന്നില്ല. അമൃത ശീഘ്രം GPay നമ്പർ സെൻഡ് ചെയ്തോളുക. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.